പി.സി. ജോർജ് രണ്ടും കൽപ്പിച്ചു തന്നെയാണ്. ബി.ജെ.പിയിൽ ചേർന്ന പിന്നാലെ കഴിഞ്ഞ ദിവസം പി.സി. വൻ പ്രഖ്യാപനം നടത്തിയതും ശ്രദ്ധേയമായി. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് ബി.ജെ.പിക്ക് 5-ൽ കുറയാത്ത എംപിമാരുണ്ടാകുമെന്ന് പറഞ്ഞ പി.സി. താൻ ഉൾപ്പെടെയുള്ള ബി.ജെ.പി പ്രവർത്തകർ ഇനി ജയിക്കാൻ വേണ്ടി മത്സരിക്കുമെന്നും പറഞ്ഞു. ചൊവ്വാഴ്ച ന്യൂഡൽഹിയിലെത്തിയ പി.സി. ജോർജ്, മകൻ ഷോൺ ജോർജ് എന്നിവർ ബി.ജെ.പി കേന്ദ്ര നേതാക്കളുമായി ചർച്ച നടത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം ഉച്ചയോടെയാണ് മാധ്യമങ്ങളെ കണ്ട് ബി.ജെ.പിയിൽ അംഗത്വമെടുത്ത കാര്യം അറിയിച്ചത്. ജനപക്ഷം പാർട്ടി ബി.ജെ.പിയിൽ ലയിക്കുകയാണെന്നും അറിയിച്ചു. കേരളത്തിൽ വലിയ ലയന സമ്മേളനം നടത്തുമെന്നും പി.സി. ജോർജ് പറഞ്ഞിരുന്നു. തന്നെ പോലുള്ള പൊതുപ്രവർത്തകന് കേരള ജനതയെ സഹായിക്കാൻ സാധിക്കുന്ന ഏക കാര്യം ബി.ജെ.പിയിൽ ചേരുക എന്നതാണ്. പ്രധാനമന്ത്രിയോടൊപ്പം ശക്തമായ നിലപാട് സ്വീകരിച്ച് മുന്നോട്ടു പോകും. ബി.ജെ.പിക്ക് കേരളത്തിൽ അക്കൗണ്ട് തുറക്കാൻ സാധിക്കില്ലെന്ന് പറയുന്ന LDF-നെയും UDF-നെയും പരാജയപ്പെടുത്തി ബി.ജെ.പി എംപിമാർ പാർലമെന്റിൽ ഉണ്ടാകുമെന്നും പി.സി. ജോർജ് പറഞ്ഞു. 2026-ലെ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM-നും കോൺഗ്രസിനുമെതിരെ ബി.ജെ.പിയുടെ നേതൃത്വത്തിലുള്ള ശക്തമായ പ്രവർത്തനമുണ്ടാകും. താമസിയാതെ കേരളവും ബി.ജെ.പി നേതൃത്വത്തെ അംഗീകരിക്കുന്ന സംസ്ഥാനമായി മാറും. ഒരു വിട്ടുവീഴ്ചയും ഇനി ഉണ്ടാകില്ല. കേരളവും ബി.ജെ.പിയോടൊപ്പമെന്ന് ഉറപ്പിച്ചു പറയാൻ സാധിക്കുന്ന സാഹചര്യമുണ്ടാകുമെന്നും പി.സി. സ്വയം ആശ്വസിച്ചുകൊണ്ട് പറഞ്ഞു. ബി.ജെ.പി നേതൃത്വം പറഞ്ഞാൽ മത്സരിക്കുമെന്നാണ് പി.സി. ജോർജിന്റെ പ്രതികരണം. ബി.ജെ.പി ഓഫീസിലെ പ്യൂണിന്റെ ജോലി ചെയ്യണമെന്നാണ് പറയുന്നതെങ്കിൽ താൻ അതും ചെയ്യുമെന്നും പി.സി. പ്രതികരിച്ചിരുന്നു. അതേസമയം പത്തനംതിട്ട ലോക്സഭാ സീറ്റ് പി.സി. ജോർജ് ലക്ഷ്യമിടുന്നുവെന്ന റിപ്പോർട്ടുകൾക്കിടെയാണ് അദ്ദേഹത്തിന്റെ ഈ പുതിയ നീക്കങ്ങളെന്നതും ശ്രദ്ധേയമാണ്. കേരളത്തിൽ ബി.ജെ.പി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന മണ്ഡലങ്ങൾ 5 എണ്ണമാണ്. തൃശൂർ, പാലക്കാട്, പത്തനംതിട്ട, ആറ്റിങ്ങൽ, തിരുവനന്തപുരം. പത്തനംതിട്ടയിൽ പി.സി. ജോർജ് മത്സരിക്കുകയോ അദ്ദേഹം നിർദ്ദേശിക്കുന്ന വ്യക്തിയെ മത്സരിപ്പിക്കുകയോ ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ. നേരത്തെ NDAയുടെ ഭാഗമാകാൻ പി.സി. ജോർജ് ആലോചിച്ചിരുന്നു. ഇതിനോട് ബി.ജെ.പി നേതൃത്വം മുഖം തിരിക്കുകയും പാർട്ടിയിൽ ചേരാൻ നിർദ്ദേശിക്കുകയുമായിരുന്നു. ക്രൈസ്തവ സഭാ നേതാക്കളുമായി ആശയവിനിമയം നടത്തിയ ശേഷമാണ് ബി.ജെ.പിയിൽ ചേർന്നതെന്ന് പി.സി. ജോർജ് പറഞ്ഞു. മകൻ ഷോൺ ജോർജും ബി.ജെ.പിയിൽ ചേർന്നിട്ടുണ്ട്. അതേസമയം NDA ഘടകകക്ഷിയാകുന്നതിലും നല്ലത് ബി.ജെ.പി ലയിക്കുകയാണ് എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് പി.സിയുടെ ഈ നീക്കം. 1980, 82, 96, 2016 എന്നീ വർഷങ്ങളിൽ പൂഞ്ഞാർ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് നിയമസഭയിൽ എത്തിയിട്ടുള്ള ആളാണ് പി.സി. ജോർജ്. കേരള കോൺഗ്രസ് J, കേരള കോൺഗ്രസ് M തുടങ്ങിയ പാർട്ടികളിൽ പ്രവർത്തിച്ച ജോർജ് കേരള കോൺഗ്രസ് സെക്യുലർ എന്ന പേരിൽ സ്വന്തം പാർട്ടിയും രൂപീകരിച്ചിരുന്നു. പിന്നീട് കേരള കോൺഗ്രസ് സെക്യുലർ കേരള കോൺഗ്രസ് M-ൽ ലയിപ്പിച്ചു. അതിനുശേഷം 2017 വീണ്ടും ജനപക്ഷം എന്ന പേരിൽ മറ്റൊരു പാർട്ടി രൂപീകരിക്കുകയായിരുന്നു. ഏതായാലും പി.സി. ജോർജ് ബി.ജെ.പിയിലെത്താൻ വൈകിയതിലെ അത്ഭുതമുള്ളൂ. നേരത്തെ അനിൽ ആന്റണി, നിർമ്മാതാവ് സുരേഷ് കുമാർ, സംവിധായകൻ മേജർ രവി, നടൻ ദേവൻ തുടങ്ങിയവരെല്ലാം ബി.ജെ.പിയിൽ ചേർന്നിരുന്നു.